മോർണിംഗ് എവരും പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു രാജാതി രാജാവാണ് അല്ലെ. യേശു ക്രിസ്തു വരുന്നു, എത്രയും പെട്ടെന്ന് വരുന്നു. ദിവസവും സമയമൊന്നും നമ്മൾക്ക് അറിയത്തില്ല എങ്കിൽ പോലും നമ്മളോട് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. യേശു ക്രിസ്തു വരുമ്പോൾ അവന്റെ വീശുമുഖം കയ്യിലുണ്ടായിരിക്കും, ഗോതമ്പിനെയും പതിരിനെയും മാറ്റുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ അവന്റെ കയ്യിൽ ഒരു അയൺ സെപ്റ്റർ അല്ലെ, രാജാക്കന്മാരുടെ കയ്യിലുള്ള ചെങ്കോൽ എന്ന് പറയുന്ന പോലെ അല്ലെ, അതുപോലെ ഒരു എന്താ പറയുക, ഒരു ഇരുമ്പിന്റെ ദണ്ഡുമായിട്ട് അവൻ എന്തിനാ, കീതിന്റെ തലയടിച്ച് പൊട്ടിക്കാൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ പിശാചിനെ തലയടിച്ച് പൊട്ടിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവൻ വരുന്നത് തന്റെ വീശുമുറം കൊണ്ടാണ് അല്ലെ. അവന്റെ ഗോതമ്പിനെയെല്ലാം അവൻ തന്റെ എന്താ പറയുക, ബാനിലേക്ക്, തന്റെ കളപ്പുരയിൽ കൂട്ടിവെച്ച് തനിക്ക് താഴത്തിലേക്ക് ഇടുമ്പോൾ ബാക്കി വരുന്ന ആ പതിരിന് മൊത്തം കത്തിച്ചു കളയുക തന്നെ ചെയ്യും. അപ്പൊ നമ്മള് അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഗോതമ്പിന്റെ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കണം. എന്താ പറയണേ, പതിരിന്റെ കൂട്ടത്തിൽ പെടുന്നവരെ ആയി പോകരുത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവെ, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് അങ്ങ് വരുന്നു, ഞങ്ങളെയും കൂടാൻ വേണ്ടി. കർത്താവെ, പരിശുദ്ധമായിട്ട് ഒരു ജീവൻ നയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൊരു ജീവിതം, അങ്ങേക്ക് ഉപകാരപ്പെടുന്ന വ്യക്തികളായിട്ട്, അങ്ങേനെ സ്നേഹിക്കുന്നവരായിട്ട്, അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരായിട്ട്, കർത്താവ് അങ്ങേക്ക് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരെ അങ്ങയുടെ കിങ്ഡത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികളായിട്ടുള്ള ഒരു ജീവിതം, അങ്ങനെ ഒരു ജീവിതത്തിനായിട്ട് ഉള്ള കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് തോന്നിയ രീതിയിലൊരു ജീവൻ ജീവിച്ചു പോകുള്ളൂ ഇടവരുത്താതിരിക്കട്ടെ. അവസാനം ഒരിക്കൽ പോലും അങ്ങനെ കാണാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ തന്നെ നയിക്കാതിരിക്കട്ടെ. യേശുനാമത്തിൽ താങ്ക് യു സോ മച്ച്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നെ നന്ദി പറയുന്നു. അപ്പൊ ഞങ്ങളുടെ സ്നേഹത്തെ നന്ദി പറയുന്നു. യേശുനാമത്തിൽ. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും അറിയാവുന്ന വാക്കാണിത്. 11ഉം 12ഉം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ നിങ്ങളെ മനസാന്തരത്തിനായി, മത്തായി സുവിശേഷം 3-ാമത്തെ ചാപ്റ്ററിന്റെ 11ഉം 12ഉം, ഞാൻ നിങ്ങളെ മനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നെക്കാൾ ബലവാൻ ആകുന്നു. അവന്റെ ചെരുപ്പ് ചുമക്കാൻ ഞാൻ മതിയാകുന്നവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം ഏൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിൽ ഉണ്ട്. അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇത് പറഞ്ഞിരിക്കുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ്. ഒരു മഹാനായ ഒരു ദൈവത്തിന്റെ ദാസൻ അല്ലെ. അദ്ദേഹമായിരുന്നു. ജോണിനോട് എല്ലാവർക്കും റെസ്പെക്റ്റ് ആയിരുന്നു. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഫാരിസീസിനും സാദുസിനും സാധാരണക്കാരായിട്ടുള്ള ആൾക്കൊക്കെ ജോണിനോട് വളരെ റെസ്പെക്റ്റ് ആയിരുന്നു അല്ലെ. അപ്പൊ ജീസസ് തന്നെ പരീക്ഷിക്കാനൊക്കെ ചെല്ലുമ്പോ, പരീക്ഷന്മാരൊക്കെ ചെല്ലുമ്പോ ജീസസ് തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ, ജീസസിനോട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നു, നിനക്ക് ഇത് അവിടെ നിന്ന് ഇത്രയും വലിയ അധികാരമൊക്കെ ഇട്ട് ചോദിക്കുമ്പോൾ, ജോണിന്റെ ബാപ്റ്റിസ്റ്റ് അവൻ ദൈവത്തിൽ നിന്നാണ് അല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പൊ ജോണിനോട് എല്ലാവർക്കും വളരെ റെസ്പെക്റ്റ് ആണ്. അപ്പൊ ജോൺ ഒരു ദിവസം തന്റെ വർക്ക് സ്റ്റാർട്ടായപ്പോൾ എന്താ പറയുക, പരീക്ഷ ശാസ്ത്രിമാരും സ്നാനപ്പെടാൻ വേണ്ടി വരിക. ഇവരെന്തിനാ, അവർ മാനസാന്തരം വന്നിട്ടുള്ള സ്നാനപ്പെടലൊന്നുമല്ല അവർ സ്നാനപ്പെടാൻ വന്നിരിക്കുന്നത്. അവർക്ക് തങ്ങളുടെ, ഇപ്പൊ ജോൺ ഇങ്ങനെ പ്രീച്ച് ചെയ്യപ്പോ കാര്യം കുറച്ച് മനസ്സിലായി അല്ലെ. ദൈവവുമായിട്ട് നിരപ്പിലായില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി അല്ലെ, വരാൻ പോകുന്ന ദൈവത്തിന്റെ ദൈവത്തിന്റെ കോപത്തിന് ഇരയെ തീരുമല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു വെപ്രാളം കാരണം അവര് സ്നാനപ്പെടാൻ വേണ്ടി വരുന്നു. അപ്പൊ എന്താ പറയുക, ജോൺ അവരോട് പറയും, മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്പ്, അങ്ങനത്തെ ഒരു ജീവൻ നയിക്കുക അല്ലെ. മാനസാന്തരപ്പെട്ടുള്ള ഒരു ജീവിതം, നല്ലൊരു ജീവൻ നയിക്കുക. അല്ലാതെ വെറുതെ ഇപ്പൊ വന്ന് ഒക്കെ ഞങ്ങൾ കുറച്ച് സ്നാനപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇനി ദൈവത്തിന്റെ കോപത്തിന് ഇരയാക്കാതിരിക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വെറുതെ സ്നാനം മാത്രം പോരാ, നല്ലൊരു ജീവിതം ജീവിക്കുക എന്ന് എന്താ പറയണേ, ഈ പരീക്ഷന്മാരുടെ ശാസ്ത്രിമാരോടും ജോൺ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ പറയുക, മനസാന്തരത്തിനായിട്ട് നിങ്ങളെ ഞാൻ വെള്ളത്തിലെ സ്നാനം ഏൽപ്പിക്കുന്നു, പക്ഷെ എന്റെ പുറകെ വരുന്നവൻ, അതായത് യേശു ക്രിസ്തു അല്ലെ, യേശുവിന്റെ ചെരുപ്പിന്റെ ചുമക്കാൻ പോലും മതിയാവുന്നവൻ അല്ല ഞാൻ. ജോണിനെ സംബന്ധിച്ചിടത്തോളം ജോൺ പ്രോഫറ്റ് ആയിരുന്നു. ജോൺ ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് നിറഞ്ഞാണ്. പക്ഷെ യേശു ക്രിസ്തു ദൈവമാണ് അല്ലെ, ഈ ലോകത്തിലേക്ക് വന്നതാണ്. ജോൺ മനുഷ്യൻ തന്നെയാണ്, ഹോളി സ്പിരിറ്റ് കൊണ്ട് നിറഞ്ഞെങ്കിൽ പോലും മനുഷ്യൻ തന്നെയാണ്. പക്ഷെ
യേശുക്രിസ്തുവിന്റെ ചെരുപ്പ് ചുമക്കാൻ പോലും എന്താ പറയുക, അവകാശമല്ല, വേർഡില്ലാത്ത മതിയായവനല്ല ഞാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ യേശുക്രിസ്തു തീയാലും പരിശുദ്ധാത്മാവിനാലും നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു പറഞ്ഞു. അവന്റെ കയ്യില് അവന്റെ എന്താ പറയുക വീശുമുറമുണ്ട്, കളയിനെയും ഗോതമ്പിനെയും തിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഒരു കാര്യം ഇവിടെ പറയുള്ളൂ എന്ന് വെച്ചാല്, ദൈവം ഇത് ജോൺ വഴി പറയുന്നത്, യോഹന്നാൻ വഴി പറയുന്നത് ദൈവത്തിന്റെ മക്കളോട്, ഇസ്രായേലിനോടാണ്. അപ്പൊ നമ്മളോട് കൂടിയാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയുള്ളതാണല്ലോ, അപ്പൊ നമ്മൾക്കും കൂടി ഉള്ളതാണല്ലോ. അപ്പൊ ദൈവം പറയുന്നത് ദൈവത്തിന്റെ മക്കളോടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇനി കളയിനെയും കളയല്ല, പതിരും എന്താ പറയണേ, ഗോതമ്പ്, അല്ലെ? പതിരും ഗോതമ്പും ഉണ്ട്, എന്താ പറയുക, ഗോതമ്പും കളയും ഉണ്ട്. അതിന്റെ ഒരു ഉപമ ദൈവം പറഞ്ഞിട്ട് 13ാമത്തെ ചാപ്റ്റർ മത്തായിലേക്ക് തന്നെ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒരു ഉപമ ദൈവം പറഞ്ഞിട്ട്, യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ സ്വർഗത്തിന്റെ രാജ്യത്തിന് ഒരു ഫാർമർ പോയി തന്റെ ഫീൽഡില് നല്ല വിത്ത് വിതച്ച ഒരു വ്യക്തിയോട് ഉപമിക്കുന്ന കാര്യം നമുക്കറിയാം. മത്തായി എഴുതിയ സുവിശേഷത്തിന് 13ാമത്തെ ചാപ്റ്റർ 24 തൊട്ട് 30 വരെയുള്ള വാക്കുകൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്തു നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. അപ്പൊ രാത്രി അദ്ദേഹം കടന്നുറങ്ങിയ സമയത്ത് എന്താ പറയണേ, ശത്രു വന്ന് മോശപ്പെട്ട കള അതിന്റെ കൂടെ വിതയ്ക്കുന്നു, അല്ലെ? കളയും ഗോതമ്പിന്റെ ഒപ്പം തന്നെ വളർന്നു വരുന്നു. ആ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അവിടെ കളയും ഗോതമ്പെന്ന് പറഞ്ഞ 2 തരത്തിലുള്ള പ്ലാന്റുകളാണ്, 2 തരത്തിലുള്ള എന്താ പറയുക ചെടികളാണല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഒരുപോലെയൊക്കെ ഇരിക്കുമെങ്കിൽ പോലും പക്ഷെ അത് 2 തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഗോതമ്പെന്ന് പറയുമ്പോ മനുഷ്യരെ സംബന്ധിച്ചിട്ട് പറയുന്നത്, ഗോതമ്പെന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ കൂടെ നടക്കുന്ന വ്യക്തികൾ, അല്ലെ? ദൈവത്തോട് സ്നേഹമുള്ളവര്, ദൈവം യേശുവിന്റെ ഒപ്പം ആയിരിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നത്, ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവർ, അല്ലെ? പക്ഷെ കളയെന്ന് പറഞ്ഞാല് അത് വിതച്ചിരിക്കുന്നത് പിശാചായതുകൊണ്ട് ലോകത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും, അവന്റെ പിശാചിന്റെ ടീമിൽപ്പെട്ടവര് ആൾക്കാരായിരിക്കും. അപ്പൊ അത് രണ്ടും രണ്ടാണ്, അല്ലെ? കളയും പിന്നെ ഗോതമ്പും രണ്ടും രണ്ടാണ്. പക്ഷെ ഇവിടെ പതിരെന്ന് പറയുമ്പോൾ പതിരും ഗോതമ്പുമായിട്ട് ഒരു 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 ചെടിയിൽ നിന്ന് തന്നെ വരുന്ന കാര്യങ്ങളാണ്, അല്ലെ? അപ്പൊ പതിരെന്ന് പറയുമ്പോ നമുക്കറിയാം, അത് നമുക്കറിയാം, നമ്മളിപ്പോ അരിയൊക്കെ ആകുമ്പോ അരി വാങ്ങിക്കുമ്പോ നമ്മളത് ക്ലീൻ ഒക്കെ ചെയ്യാൻ എടുക്കുമ്പോൾ നോക്കുക, ചിലപ്പോൾ അരികൾ ഇങ്ങനെ കറുത്ത അരികളൊക്കെ കാണും, നല്ല ക്വാളിറ്റി അല്ലാത്ത കറുത്ത അരികളൊക്കെ കാണും. ഈ വിത്തുകളൊക്കെ എടുക്കുമ്പോൾ ചില വിത്തിന്റെ അകത്ത് കുറച്ച് ഇങ്ങനെ പുഴുവൊക്കെ കടിച്ച് ശരിയല്ലാത്ത വിത്തുകൾ ഉണ്ടായിരിക്കും, അതെല്ലാം നമ്മൾ മാറ്റി കളയുന്നു, അല്ലെ? ചില മാങ്ങയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, മാങ്ങയ്ക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഷേപ്പൊക്കെ ആയിരിക്കും, പക്ഷെ അതിന്റെ അകത്ത് അതിന്റെ എന്താ പറയുക, ആ ഫ്ലഷിന്റെ അകത്ത് പുഴുവുള്ള തരത്തിലുള്ള മാങ്ങ വരെയുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്താന്നുള്ള കാര്യം അത് നമുക്ക് തുറന്ന് നോക്കിയെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ അതിനൊക്കെ പതിരെന്ന് പറയും. പിന്നെ എന്താ പറയാ, ഗോതമ്പിന്റെ അതിന്റെ എന്താ പറയാ തണ്ടും ഇലയും പിന്നെ ആ അതിന്റെ കൂടെ വരുന്ന കച്ചിയും എല്ലാ കാര്യങ്ങളും അതെല്ലാം കൂടി എല്ലാത്തിനെയും കൂടി ഒരുമിച്ച്, മോശപ്പെട്ട ഗോതമ്പിനെയും എല്ലാത്തിനും കൂടി ഒരുമിച്ച് പതിരെന്ന് പറയും. അപ്പൊ ഇത് എല്ലാം വരുന്നത് എന്താ പറയണേ, ഇതെല്ലാം വരുന്നത് ഒരേ ചെടിയിൽ നിന്നാണ്. നല്ല ഗോതമ്പ് വരുന്നു, പതിര് വരുന്നു, മോശപ്പെട്ട ആയിട്ടുള്ള ഗോതമ്പാണെങ്കിൽ, ഇപ്പൊ പൊട്ടിയതാണെങ്കിൽ, പുഴു കടിച്ചാണെങ്കിൽ, അതെല്ലാം വരുന്ന ഒരു ചെടിയിൽ നിന്നാണ്, അല്ലെ? അതാണ്. അപ്പൊ ഈ ചെടി എല്ലാം ഒരുമിച്ച് വളർന്നു വരുമ്പം അതിനെ സെപ്പറേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല, പക്ഷെ അത് അവസാനമേ അറിയാൻ പറ്റും, അല്ലെ? ഏതാണ് നല്ലത്, ഏതിൻ്റെ അകത്താണ് ഏതാണ് എന്താ പറയാ ഗോതമ്പ് മണിക്കകത്ത് അത് ചീത്ത മണി ഏതുള്ളത് നല്ലതെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, കൊയ്തെടുക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ചാണ്. അവസാനമാണ് ഇത് കൊയ്ത്തുകാരൻ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് തന്റെ വീശുമുറം കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഇത് അവസാനമേ അറിയാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ കളയും അപ്പൊ നമ്മള് മത്തായി സുവിശേഷം 13ാമത്തെ ചാപ്റ്ററിലേക്ക് വരും, നമുക്കറിയാം കളയിനെ പറ്റിയും ഗോതമ്പിനെ പറ്റിയും അത് കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും, ഇത് കൊയ്യുന്നതിന് മുമ്പേ അറിയാൻ പറ്റും, ഇത് ഈ കുറച്ച് കളയാണ്, കുറച്ച് എന്താ പറയണേ നല്ല ഗോതമ്പുണ്ടെന്നുള്ള കാര്യം ആദ്യമേ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് അതിന്റെ എന്താ പറയാ അത് വിളവെടുക്കുന്നതിന് മുമ്പേ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ജൂഡ്, അല്ലെ? ജൂഡിലേക്ക് വരുമ്പോ അതങ്ങനെ പറയുന്നത്, മലയാളത്തില് പറയുന്നത്
യൂദയിലേക്ക് വരുമ്പം റെവലേഷൻ മുമ്പുള്ള യൂതയിലേക്ക് വരുമ്പോൾ അതിന് ഒരൊറ്റ ചാപ്റ്റർ അല്ലല്ലോ ഉള്ളൂ. അപ്പൊ അതില് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് ചർച്ചുകളിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു പറ്റം ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നുഴഞ്ഞു കയറുന്ന പറയുമ്പോൾ അവര് വിശ്വാസമൊന്നുമല്ല, അവർക്ക് സംസാരിക്കാനൊക്കെ പ്രീച്ചൊക്കെ ചെയ്യും, പക്ഷെ അവര് ദൈവവുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർ നുഴഞ്ഞു കയറുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ കളയെന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് മത്തായിന്റെ 13-ാമത്തെ ചാപ്റ്റർ എഴുതിയിരിക്കുന്ന പോലെ കളയെന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് അതുപോലുള്ള ദൈവത്തിൻ്റെതല്ലായിട്ടുള്ള മക്കള് ഈ ചർച്ചകളിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ പറ്റി ആയിരിക്കുമല്ലോ പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുക, പതിരേത് നല്ല ഗോതമ്പ് എന്നുള്ള കാര്യം അവസാനമേ അറിയുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ദൈവം രാജാവ് തൻ്റെ എന്താ പറയാ വീശുമുറവുമായിട്ട് വരുവാണ്. പതിരനെ മാറ്റുന്നതിന് വേണ്ടി ഗോതമ്പിനെ എന്താ പറയണേ തൻ്റെ കളപ്പുരയിലേക്ക് കൂട്ടുന്നതിന് വേണ്ടി. അപ്പൊ എത്രമാത്രം ഭയാനകമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതൊന്ന് ഓർത്ത് നോക്കിയേ. നമുക്ക് കിട്ടിയിരിക്കുന്ന സാൽവേഷൻ, നമുക്ക് കിട്ടുന്ന രക്ഷ, അത് നമ്മൾ ഭയത്തോടുകൂടി നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്യണമെന്നാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തില് പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന രക്ഷ എന്നുള്ളത് വെറുതെ ഒരു കളിയല്ല അത്, അല്ലെ? നമ്മൾക്ക് നമ്മുടെ രക്ഷ കംപ്ലീറ്റ് ആകുന്നില്ല. യേശുക്രിസ്തുവിൽ നമ്മൾ സ്വീകരിച്ച ആ ദിവസം കംപ്ലീറ്റ് ആകുന്നില്ല. അത് നമ്മുടെ രക്ഷ തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെ? ഓരോ ദിവസം ചെല്ലുന്തോറും യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ, അവസാനം യേശുവിലായി തീരുമ്പോൾ അവിടെയാണ് നമ്മളുടെ ആ രക്ഷയുടെ അവസാനം എന്നുള്ളത്, അല്ലെ? അതിന്റെ പൂർത്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും വെച്ച് വീണു പോവുകയാണെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് യേശുവിനെ പോലെ അല്ലാതായി അത് യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണല്ലോ നമ്മൾക്ക് ഏറ്റവും വലിയ അസൈൻമെന്റ്. റോമക്കത്ത് ലേഖനത്തെ 8-ാമത്തെ ചാപ്റ്റർ 29-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ പോലെ ആയിത്തീരുക, യേശുവിന്റെ ഇമേജിലായി തീരുക. അതാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം, അതാണ് നമ്മളെ പറ്റിയ തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് എവിടെയെങ്കിലും വെച്ച് നമ്മൾ വ്യതിരിച്ച് പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ യേശുവിലേക്ക് തിരിച്ചു വരുന്നില്ല എങ്കിൽ, അല്ലെ, എന്തു പറ്റും? നമ്മളുടെ രക്ഷ നമുക്ക് എന്താ പറയുക കിട്ടത്തില്ല, അല്ലെ? അത് എന്താ പറയുക പ്രാവർത്തികമാകത്തില്ല. നമുക്ക് അവസാനമായിട്ട് കിട്ടാനുള്ള ആ രക്ഷ, നമ്മൾക്ക് അവസാനം കിട്ടാനുള്ള രക്ഷ അത് കിട്ടില്ല നമ്മൾ, അല്ലെ? നമ്മൾ വെറുതെ കുറെ നടന്നു കൂട്ടി എന്നല്ല, വേറെ കാര്യമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ എബ്രായർക്കെഴുതിയ 10-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ രക്തം, അല്ലെ, അതുകൊണ്ട് നമുക്ക് വീണ്ടെടുക്കപ്പെട്ടിരുന്ന ആൾക്കാര് ആ ദൈവത്തിന്റെ മഹിമ അതിന്റെ രുചിച്ചറിഞ്ഞതിന് ശേഷം പിന്നെയും പോയി സാധാരണമായിട്ട് ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ യേശുവിന്റെ രക്തത്തെ തറയിലിട്ട് തന്റെ കാലുകൾ കൊണ്ട് ചവിട്ടി മരിക്കാനാണ് തീരുമാനിക്കുന്നെങ്കിൽ, ഒളിസ്പെക് ഗോഡിനോട് മോശമായിട്ടൊരു രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ എന്ത് പറ്റും? അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ ഒരു എന്താ പറയാ ത്യാഗം നടത്തുന്ന ഒരു ത്യാഗമല്ല, ബലി നടത്തുന്നതിന് ഒരു ബലി ഇല്ല അവർക്ക് വേണ്ടി ഉള്ളത്, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ പലരും വിചാരിച്ചിരിക്കുന്നത് എന്താ പറയാ, നമുക്ക് കിട്ടിയിരിക്കുന്ന രക്ഷ അത് പെർമനന്റ് ആണ് എന്നുള്ളതാണ്. പല ഡിബേറ്റുകൾ നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? പലരും പറയുന്ന കാര്യമാണ് രക്ഷ പെർമനന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. പക്ഷെ അപ്പൊ നമുക്കറിയാം ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. എന്താ പറയണ, റെവലേഷൻ, അല്ലെ, വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഞാൻ നിങ്ങളുടെ പേര് ബ്ലോട്ട് ഔട്ട് ചെയ്തു കളയും എന്നുള്ള. സാർഡിസ് ചർച്ചിലേക്ക് ചിലരുടെയൊക്കെ പേരുകൾ ബ്ലോട്ട് ഔട്ട് ചെയ്ത് മായ്ച്ചു കളയുമെന്ന് യേശു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അല്ലെ? പിന്നെ നമുക്ക് മോസസ് തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ എന്താ പറയാ ആ ഗോൾഡൻ ക്യാഫിനെ, അല്ലെ, സ്വർണം കൊണ്ട് പശുവിനെ കൊണ്ടാക്കിയിട്ട് അതിന് മുമ്പ് ചുറ്റും കിടന്ന് ഓടി നടന്ന സമയത്ത് മോസസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ പേര് അങ്ങയുടെ ബുക്കിൽ നിന്ന് അങ്ങ് മായ്ച്ചു കളഞ്ഞു ഇവർക്ക് വേണ്ടി, അല്ലെ? ഇവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ, ഇവരോട് ക്ഷമിക്ക്, അല്ലെ, എന്നിങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ ആൾക്കാരുടെ പേര് ദൈവത്തിന് മായ്ച്ചു കളയാൻ പറ്റും, അല്ലെ? എന്ന് പറയുമ്പോ സൽവേഷൻ ഒരു കാലത്ത്, അല്ലെ, രക്ഷയുടെ അനുഭവത്തിൽ നടന്നിരുന്ന വ്യക്തികൾക്കും എന്താ പറയുക രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ചുരുക്കം, അല്ലെ? അങ്ങനെ ഉള്ളപ്പോഴാണ് പതിരായി തീരുന്നത്. ആ പതിര് എന്താ പറയുക നെല്ലും പതിരും തിരിക്കാൻ, അല്ലെങ്കിൽ പതിരും എന്താ പറയുക ഗോതമ്പ് തിരിക്കാൻ വേണ്ടി അവൻ തിരിച്ചു വരുന്നു, അല്ലെ? അപ്പോ ഗോതമ്പിന്റെ കൂട്ടത്തിൽ ആയിപ്പെടുന്നവരായിരിക്കും നല്ല ഫലം കായ്ക്കുന്ന വ്യക്തികളായിത്തീരുക, അല്ലെ? നല്ല ഫലം കായ്ക്കുന്ന വ്യക്തികളാകാതിരിക്കുകയാണെങ്കിൽ എന്താ പറയാ മാനസാന്തരത്തിന് യോഗ്യമായ തരത്തിലുള്ള ഫലം കായ്ക്കുന്ന വ്യക്തികളല്ല എങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഫലം കായ്ക്കുവാൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വൃക്ഷത്തിന്റെ കടയ്ക്കൽ കോടാലി ഇപ്പോഴും ഉണ്ട്. ഇതേ ചാപ്റ്റർ തന്നെ മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ ചാപ്റ്റർ 10-ാമത്തെ വാക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിനു കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ട് തീയിലിട്ട് കളയും, അല്ലെ? വെറുതെ ഫലം കായ്ച്ചിട്ട് കാര്യമില്ല.
നല്ല ഫലമല്ല കായ്ക്കുന്നത്, പുഴു കടിച്ചു തിന്ന ഫലമാണ് കായ്ക്കുന്നതെങ്കിൽ അല്ലെ, അവന് കോടാലി ഇപ്പോഴേ ഉണ്ട് അല്ലെ. അപ്പൊ ദൈവത്തിന് അധികം കഷ്ടപ്പാടില്ല, അത് കോടാലി കൊണ്ട് ഒരു വെട്ടി കൊടുത്താൽ മതി, താഴെ കടക്കുക തന്നെ ചെയ്യും. എന്താന്ന് പറയും, നമ്മുടെ ചിലപ്പോൾ ആഗ്രഹങ്ങളായിരിക്കാം, നമ്മുടെ അഭിലാഷങ്ങളായിരിക്കാം, നമ്മുടെ കൂട്ടുകെട്ടുകളായിരിക്കാം, നമ്മുടെ റിലേഷൻഷിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മറ്റുള്ളവരുടെ ഉള്ള സംസാര രീതി ആയിരിക്കാം, നമ്മുടെ പാപങ്ങളായിരിക്കാം. എന്താന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ നമ്മളെ വളരാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ, അല്ല നമ്മള് പോലും അറിയാതെ, ചിലപ്പോ മിക്കവാറും നമ്മൾ അറിയാതെ ആയിരിക്കാം ഇതൊക്കെ നടക്കുന്നത്. നമ്മൾ പറയുന്ന ചില വാക്കുകൾ, അതൊക്കെ നമ്മൾ അറിയാതെ ആയിരിക്കും. വാക്കില് നമ്മുടെ നാക്കിന്റെ ബലത്തിലായിരിക്കും, നാക്കിലായിരിക്കുന്ന ജീവനും മരണവും അല്ലെ. നമ്മുടെ പറയുന്ന കാര്യം കൊണ്ട് നമ്മൾക്ക് ഒരു വ്യക്തിയിൽ ജീവൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലെ, ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പറഞ്ഞിട്ട് നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തെ നശിപ്പിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ എന്താ പറഞ്ഞ, ദൈവഭയം വേണമെങ്കിൽ 34 സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവഭയം നിങ്ങളെ പഠിപ്പിക്കാം. എങ്ങനെ പഠിപ്പിക്കുന്നത്? നിങ്ങള് എന്താ പറയാ, ഈവിളായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന നാക്ക് ഉള്ളവരെ ആകാതിരിക്കുക അല്ലെ, മോശപ്പെട്ട രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാതിരിക്കുക, മറ്റുള്ളവരെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക അല്ലെ. അങ്ങനെ ആണെങ്കിൽ എന്ത് പറ്റും? ദൈവത്തിന്റെ ഭയത്തിന് ദൈവഭയമുള്ള ഒരു കാര്യമല്ല അല്ലെ. ഒരു വ്യക്തിനെ പടുത്തുയർത്താനും ഒരു വ്യക്തിനെ നശിപ്പിക്കാൻ നമ്മുടെ വാക്കുകൾ കൊണ്ട് എപ്പോഴും സാധിക്കും എന്ന് നമ്മൾ ഉത്തമമായിട്ട് ബോധ്യം ഉള്ള വ്യക്തികൾ ആയിരിക്കും അല്ലെ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 34 സങ്കീർത്തനത്തിന്റെ 13 വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, 12 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ജീവനെ ആഗ്രഹിക്കുന്ന നന്മ കാണേണ്ട ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ആര്? ദോഷം വിട്ടു ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക അല്ലെ. ദോഷം പറയാതെ നിന്റെ നാവിനെയും എന്താ പറയുക, വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം പറയുന്ന നാക്കുള്ളവര് നമ്മൾ ആയിരിക്കരുത് അല്ലെ. അപ്പോ എന്താ പറയുക, നമ്മളെ തന്നെ ശോചന ചെയ്തുകൊണ്ട്, നമ്മളെ തന്നെ എക്സാം ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുക. നമ്മൾ ഫലം കായ്ക്കുന്നവരായിരിക്കും, ദൈവത്തിന് താല്പര്യമുള്ള തരത്തിലുള്ള ഫലം കായ്ക്കുന്നവരായിരിക്കും അല്ലെ. ഫലമില്ലാത്ത വൃക്ഷങ്ങളാകാതിരിക്കും. നമുക്കറിയാം, ഇപ്പൊ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 13 ചാപ്റ്ററിലേക്ക് വരുമ്പോ നമുക്കറിയാം, 6 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു അത്തിവർഷം അല്ലെ, ഒരു മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷത്തിന്റെ കാര്യത്തെപ്പറ്റി അറിയാം. 3 വർഷം അതിന്റെ യജമാനൻ എന്താ പറയാ, അതിനെ ഇടയെല്ലാം കിളച്ച് കുറച്ച് ഫെർട്ടിലൈസർ എല്ലാം ഇട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു, ഒരു ഫലവുമില്ല. അത്തിവൃക്ഷം അവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നു, ഒരു എന്താ പറയാ, ഫലമൊന്നും കായ്ക്കാൻ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ആ വർഷം വെട്ടാൻ വന്നപ്പോ എന്താ പറയണ, ഗാർഡനർ അല്ലെ, യേശുക്രിസ്തുവാണ് ആ എന്താ പറയാ തോട്ടക്കാരൻ പറഞ്ഞു, അങ്ങനെയല്ല, ഒരു വർഷം കൂടെ കൊടുക്കും, ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ ഫെർട്ടിലൈസർ ഒക്കെ ഒന്ന് ഇട്ട് നോക്കട്ടെ, കുറച്ചുകൂടെ ഇടയൊക്കെ ഒന്ന് കുഴിച്ച് വൃത്തിയാക്കി നോക്കട്ടെ അല്ലെ. അപ്പോ നോക്കാം, ഒരു വർഷം കൂടെ നോക്കാം അല്ലെ. നമ്മുടെ ദൈവം എന്നും നമുക്ക് ചാൻസ് തരുന്ന ദൈവമാണ്. അപ്പൊ ദൈവത്തിനെ പോലെയാണ് നമ്മൾ സൃഷ്ടിച്ചത്. നമുക്കറിയാം, ഉൽപ്പത്തിന്റെ 1-ാമത്തെ ചാപ്റ്റർ അങ്ങനെ എഴുതിയിരിക്കും, നമ്മളെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. അപ്പൊ യേശുക്രിസ്തുവിനെ ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന അങ്ങനെ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മളെ മാറ്റുക. ദൈവത്തിന്റെ ഇമേജിൽ ആൻഡ് ലൈക്നെസ്സിൽ നമ്മൾ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ഇമേജ് എന്ന് പറയുമ്പോൾ, സ്വരൂപം എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് ആണ് ദൈവം. സ്പിരിറ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ ഇമേജ്, സ്വരൂപം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തിലും യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിലും നമ്മളെ ആക്കിയെടുക്കുക എന്നാണ് പിതാവിന്റെ ഇഷ്ടം. അങ്ങനെ തീരുന്നില്ലെങ്കിൽ നമ്മള് മിക്കവാറും തന്നെ സ്വർഗത്തിലായിപ്പെടത്തില്ല അല്ലെ, സ്വർഗത്തിലായി തീരത്തില്ല. അപ്പൊ അങ്ങനെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, രാജാവ് തന്റെ വീശുമുറവായിട്ടാണ് വരുന്നത്. അപ്പൊ പതിരായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പോലും അറിയണമെന്നില്ല അല്ലെ, നമ്മൾ പോലും അറിയാതിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പതിരായിട്ടുള്ള ജീവിതമാണ് നയിച്ചിരുന്നെങ്കിൽ കൂടെ ഉണ്ടാവില്ല, നമ്മളുടെ കൂടെ യേശു ഉണ്ടാവത്തില്ല അല്ലെ, നമ്മൾ യേശുവിന്റെ ഒപ്പവും ആയിരിക്കത്തില്ല. അപ്പൊ അങ്ങനെ ആകാതെ ഒരു ജീവിതം ആയിരിക്കട്ടെ. നമ്മൾക്ക് വചനം തന്നിരിക്കുന്നത് വെറുതെ വായിച്ച് വിടാൻ വേണ്ടിയല്ല അല്ലെ. ഞാൻ ഇന്ന് വചനം വായിച്ചെന്ന് പറഞ്ഞിട്ട് വെറുതെ പോകാൻ വേണ്ടിയില്ല, പക്ഷെ അത് കണ്ടിട്ട് അതനുസരിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയല്ല അല്ലെ. നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ദൈവം ഞാൻ അങ്ങയുടെ ഒപ്പമാണ് നടക്കുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ നല്ലതായിട്ടുള്ള ഒരു പ്രവർത്തികളാണ് ചെയ്യുന്നത്, അങ്ങനെ വാഴ്ത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്
പറയുന്നത്. ഞാൻ മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ടോ? അല്ല അതെല്ലാം ഹോളി സ്പിരിറ്റിന്റെ ഹെൽപ്പോട് കൂടി എന്താ പറയാ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഹെൽപ്പോട് കൂടി നമ്മുടെ ഹൃദയത്തെ ഒന്ന് എന്താ പറയാ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ച് നമ്മൾ ദൈവത്തിലേക്ക് വരിക. അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പതിരിനെ എല്ലാം ഒരിക്കലും കെട്ടുപോകാത്ത തീയിലേക്ക് ഇട്ട് കളയും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ ചാപ്റ്ററില് മത്തായിയുടെ എഴുതിയ സുവിശേഷത്തിന്റെ 12-ാമത്തെ വാക്കിന്റെ പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഒരിക്കലും കെട്ടുപോകാത്ത ആ തീയിലിട്ട് കളയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പതിരും ഗോതമ്പും ഒരേ പ്ലാന്റിന് എന്താ പറയണ ചെടിയിൽ നിന്ന് വന്നതെന്ന് വിചാരിച്ചോണം അല്ലെ. കളയും നെല്ലും പോലെ അല്ലെ, കളയും ഗോതമ്പും പോലെയല്ല. രണ്ട് പ്ലാന്റിൽ നിന്നല്ല വരുന്നത്, ഒരേ പ്ലാന്റിൽ നിന്ന് വരുന്നതെന്ന് വിചാരിക്കണം അല്ലെ. നമ്മള് അതിന്റെ പുറത്തുള്ള കോട്ടിങ് അല്ലെ ഇലയൊക്കെ ഒരു സമയത്ത് യൂസ്ഫുൾ ആയിരുന്നു, പിന്നെ അവസാനമായി കഴിയുമ്പോൾ യൂസ്ഫുൾ അല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തികളായി തീരാതിരിക്കും അല്ലെ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറഞ്ഞത്. വളരെ കെയർഫുൾ ആയിരിക്കും, ജീവിതം വളരെ കെയർഫുൾ ആയിരിക്കും. കെയർഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം യേശുവിലായിരിക്കുക, അങ്ങനെ ഒരു ജീവിതം നയിക്കുക. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ നല്ലൊരു ജീവൻ നയിക്കുള്ള കൃപ തന്നെ അപേക്ഷിക്കുക, അങ്ങനെ പോലെ ആക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ സംസാര രീതി ശരിയാകാതെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, മറ്റുള്ളവരെ ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ശപിച്ചുകൊണ്ട് എന്തെങ്കിലും അറിയാതെ പോലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഓലോട്ട് പത ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടെങ്കിലും പോലും കർത്താവ് നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കുടുംബാംഗങ്ങളെ ഓർത്ത് അവരും മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും ഓർത്ത് ക്ഷമിച്ചിരിക്കുന്നു. കർത്താവെ അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, അങ്ങയുടെ തിരുമനസ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നടക്കട്ടെ, സ്വർഗ്ഗത്തിലെ പോലെ തന്നെ. യേശു നാമത്തിന് ആമേൻ. താങ്ക് യു ജീസസ്. കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശു നാമത്തിന് ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇന്ന് കണ്ടതിന് നന്ദി. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.